നമ്മളിതാ കവരത്തി ദ്വീപിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കവരത്തി ദ്വീപിൻ്റെ വെള്ളത്തിൻ്റെ കളർ നോക്കൂ. ഇന്നലെ രാത്രി 3 മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ് അഗത്തി ദ്വീപിൽ നിന്ന്. നമുക്ക് നാളെ രാവിലെ 7 മണിക്കാണ് മറ്റേ ഇവിടുന്ന് കൊച്ചിക്കുള്ള ഷിപ്പ്. അപ്പോൾ ഇങ്ങോട്ട് വരാം. അതാ ബോട്ടിൽ നിന്ന് രാവിലെ നമ്മൾ ഇളനീരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എത്ര മണിക്കൂറാണ് ട്രാവൽ ചെയ്തത് നമ്മളിപ്പോൾ? 5 അല്ല 6 മണിക്കൂർ യാത്ര ചെയ്തിട്ടേ ആണിതിപ്പോൾ നമ്മൾ ഇവിടെ എത്താൻ പോകുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയി എന്തായാലും. കാരണം എന്താണെന്നറിയോ, കടലിൻ്റെ അകത്തി നിന്ന് വിട്ട് കഴിഞ്ഞാൽ കവരത്തി എത്തുന്നത് വരെ നല്ലൊരു നടുക്കടലിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. അതും ഈ സാധാ ബോട്ടിൽ 6-7 മണിക്കൂർ വരെ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. രാത്രിയൊക്കെ നല്ല പേടിയായിരുന്നു ഞങ്ങൾക്ക്. ഇവർക്കൊന്നും പേടിയില്ല, ഇതിൽ ദ്വീപുകാർ കുറേ ഉണ്ട്. ഇതിൽ അവർക്കൊന്നും പേടിയില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ നാട്ടിലേക്ക് പോകാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോകുന്നതാണ്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. നടുക്കടലിൽ കൂടെ നല്ലൊരു യാത്രയായിരുന്നു. ഒരു എക്സ്പീരിയൻസ്, മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും, അല്ലേ കുഞ്ഞമ്മ? നമ്മൾ ഇന്നലത്തെ യാത്ര നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഈ പോകുന്നത്. ഇന്നലെ അകത്തിന്ന് ഞങ്ങൾ ഈ കവരത്തിക്ക് പോകുന്ന യാത്ര മറക്കില്ല. ജീവൻ ഇങ്ങനെ പിടിച്ചിട്ട് പോന്നിരുന്നല്ലേ. ഇവരെ സംബന്ധിച്ചൊന്നുമല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങള് നിക്കണ അബുവാണ് പറഞ്ഞത്. അബു ഇത് വീഡിയോ ആണ്. അബുവാണ് ഇന്നലെ പറഞ്ഞത്. രാത്രി നടുക്കടലെത്തിയ അബുവിനോട് ചോദിച്ചു, അബു ബോട്ടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ അബു ഞങ്ങൾ ചെയ്യാൻ? അതിൽ അബു പറയാണ്, ഞാൻ നീന്തി ഏതെങ്കിലും ദ്വീപ് കയറുന്നു. നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ മുങ്ങി മരിക്കും. അബുവിനെ വിശ്വസിച്ചിട്ട് പോകുന്നതാണ് ഞങ്ങൾ. ഈ അബുവിനെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഒരു 1.5 എക്സ്പീരിയൻസ് ആണ് അബുവാ. നമുക്കിത് ഒരു രക്ഷയില്ല. നമ്മളെ റോഫൊക്കെ ആ ടൈമിൽ കടന്നു കേട്ടോ. കടന്നു ഇതെപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇവിടെ അകത്തിന്ന് പോകുന്നത് പോലും അറിഞ്ഞിട്ടില്ല. എന്താ പറയാ, ഇവിടെ എത്തിയതും അറിഞ്ഞിട്ടില്ല. എവിടെ എത്തിയത്? കവരത്തി എത്തിയത് പോലും അറിഞ്ഞിട്ടില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. എന്തായാലും ഒരു രക്ഷയില്ല. ഇവിടെ എത്തിട്ടാ കവരത്തിയിൽ എത്തിക്കണം മക്കളെ. കവരത്തി ഗായ്സ്, കവരത്തിയാണ് ഗായ്സ്. ഓ, രാത്രി ഉറങ്ങാനും പറ്റിയിട്ടില്ല ഇന്നലെ, നല്ല ക്ഷീണം. അല്ല ഗായ്സ്, നമ്മളിതാ കവരത്തിയിലെത്തിട്ടാ. നമ്മളിതാ ജെട്ടിയായിട്ട് അണപ്പിച്ചിട്ടിരിക്കാണ് നമ്മളെ ബോട്ട് ഗായ്സ്. എന്താ അബു അത്? അബു എന്താ? കണക്കാണ് ഗായ്സ്, ജെട്ടിയിൽ അണച്ചുകൊണ്ടിരിക്കുന്ന ഗായ്സ്. ഉറങ്ങാറ്റൊന്നും പ്രശ്നമില്ല. ഇനി നമ്മൾ 1-2 വീഡിയോ ഇൻഷാ അല്ലാഹ് കവരത്തിയിട്ട്, അതായത് ഇന്നൊരു ദിവസം ഫുള്ള് ഞങ്ങൾ കവരത്തിലുണ്ട്. കവരത്തിത്തെ വീഡിയോ 1-2 ഇൻഷാ അല്ലാഹ് വരും. കവരത്തിയിലെ കാഴ്ചകളുമായി ഞങ്ങൾ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ബോട്ട് പറയാ അപ്പോ ഇജ്ജ് വരുന്നില്ല? നമ്മളെ വന്ന് ബോട്ടെടുത്ത്
ബാഗ് ഇവിടെ ഇരിക്കണല്ലേ? മൊബൈൽ പോയാ മതി. ഇനി നമ്മള് ഓട്ടോറിക്ഷ കയറിയിട്ട് എവിടുക്കാണ്? ഏടാ ഓട്ടോറിക്ഷയിലൊക്കെ കയറണ്ടേ? എവിടുക്കാണ്? ഓണപ്രാത്തക്ക ഉണ്ട്. എവിടുക്കാണ്? ഓണപ്പുറ പോവോ? എവിടുക്കാണ്? നിങ്ങളെവിടെ? കോരങ്ങാട്ടുക്കോ? ഓട്ടോറിക്ഷയിലാണ് കയറണ്ടാ തോന്നുന്നു. എവിടുക്കാണ്? ഏത് ബൈക്കാണ്? അപ്പൊ നമ്മള് കവരത്തിലെത്തിട്ട് ഇതാ ഓട്ടോറിക്ഷ കയറിട്ടോ. എവിടേക്കാണ് നമ്മൾ പോണത്? സ്റ്റേഷനിലേക്ക് പോകണം. റൂം പറഞ്ഞിട്ട് പോകണം. സ്റ്റേഷൻ പഠിക്ക കൊളത്തൂരല്ലേ? എവിടെ റൂം? ഓണപ്പാത്ത കണ്ടഹാറിൽ റൂം കിട്ടി ഗൈസ്. നമ്മള് ഓട്ടോറിക്ഷ കയറി വൈബ് കാഴ്ചകളെ തുടരും. കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അഗത്തിദ്വീപിൽ നിന്ന് പോന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇനി കവരത്തി ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ പോണ മക്കളെ. ഗായ്സ് വീഡിയോ കാണണം. വീഡിയോ കാണണ്ട. അതന്നെ ചെമ്മണ്ണൂർ. ഈ സ്ഥലം എന്താണല്ലേ? നമ്മുടെ ചെമ്മണ്ണൂർ ചിലർ ഈ തുടങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ഇവിടെ കവരത്തി ദ്വീപിലാണ്. കവരത്തി ദ്വീപിൻ്റെ ടൗണിലാണ്. ഞങ്ങളെ രാത്രി ഇന്നലെ അവിടെ നിന്ന് പോകുന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഹോട്ടൽ തിരഞ്ഞിറങ്ങിയതാണ്. വാ ചോദിച്ചോക്കാം. എടാ നമുക്ക് ഇവിടെ പോയേക്കാം. കുറച്ചുണ്ട്. കവരത്തിയിൽ എന്തായാലും അകത്തിയിലെ പോലെയല്ല. കുറച്ചൊരു എന്താ പറയുക, ബിൽഡിങ്സും കാര്യങ്ങളും ഒന്ന് സെറ്റപ്പുള്ള അങ്ങാടിയാണ്. കവരത്തി പറ്റ നമ്മളെ നാടൻ പുറമാണ്. നാട്ടിൻ പുറം. നമ്മളെ പഴയ 90കളിലൊക്കെ ഉള്ള നമ്മളെ നാടാണ്. എന്താണ്? വില്ലേജ് ദ്വീപ് പഞ്ചായത്ത് കവരത്തി. അപ്പോൾ നമ്മളെ എന്താ പറയുക, കവരത്തി കുറച്ചുകൂടി അപ്ഡേറ്റാണ്. നാലുപുറം ബീച്ചാണ്. ഇതെന്താണ്? സ്റ്റേറ്റ് ഓഫ് മഹാത്മാഗാന്ധി സ്റ്റാറ്റ്യൂ. ഓക്കെ. അല്ലേ? ഇവിടെ കുറച്ചൊരു അപ്ഡേറ്റ് ആയതല്ലേ താരെ? ഇതാ പോലീസ് സ്റ്റേഷൻ. ബോട്ട് ചട്ടിയല്ലേ? പോലീസ് സ്റ്റേഷൻ ഒന്നല്ല, ബോട്ട് ചട്ടിയാണ്. അത് പമ്പൊന്ന്. അതാ പമ്പല്ലേ? കവരത്തിൽ പമ്പൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് ഇവിടെ. അവിടെ അതൊന്നുമില്ല. അല്ലേ? എന്ത് പറഞ്ഞാൽ അത് ശരിക്കും ഒന്നും കൂടി അപ്ഡേറ്റ് അല്ലേ ഇവിടെ കവരത്തി? ബീച്ചുകൾ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് വന്നാൽ കാണാനൊക്കെ അടിപൊളി വൈബ് കവരത്തിയാണല്ലേ? അല്ല, അകത്തിയാണ്. സോറി. ഇനി ഇത് അങ്ങോട്ടോട്ട് മാറലിനേക്കാരം പണി. ഇവിടെ എണ്ണ കണ്ടിട്ടോ. എണ്ണ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമില്ല. പക്ഷെ നല്ല വിലയാണ് അല്ലേ? എന്തോ ലിറ്റർ പെട്രോൾ വില? പെട്രോൾ എന്തോ ലിറ്റർ വില? 107. കമ്മിയാണല്ലോ അല്ലേ? 108 നമ്മളവിടെ? 108.
അപ്പോൾ സുഖമാണല്ലേ നമ്മുടെ നാട്ടിൽ എക്സ്പെൻസ് വരുന്നുള്ളൂ. 107 രൂപ 1 ലിറ്റർ പെട്രോൾ. 108 അല്ലടാ നമ്മളവിടെ ഓൺപാത്തൊക്കെ. ഞങ്ങളെ പമ്പിലൊക്കെ 108 ചില്ലറ ഉണ്ട്. 109 അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കമ്മിയാട്ടാ. പക്ഷെ നമ്മൾ അകത്തിയിൽ 140 രൂപ ശരിക്ക് കിട്ടാൻ വേണം. പിന്നെ വേറെ എന്താ പറയുക, ബ്ലാക്കിനാണെങ്കിൽ 200 രൂപ 300 രൂപക്കൊക്കെ പെട്രോൾ. അവിടെ ഭയങ്കര ക്ഷാമമാണ് പെട്രോൾ. ഇവിടെ അത്ര ഇല്ല. അപ്പോൾ ഗൈസ് അകത്തിയിലാണ്. അകത്തിന്ന് പോന്ന് ഇവിടെയാണ് കവരത്തിയിൽ. നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എൻ്റർ ചെയ്യണം തോന്നുന്നു അല്ലേ നമ്മൾ വന്നത്? കുളിക്കേ കുളിയൊക്കെ പോയി. അതിപ്പോൾ അവിടെ ഫുഡ് വെച്ചിരിക്കുന്നു അല്ലേ? ബൈക്ക് ഇട്ട് 3 ആൾക്ക് പോകാൻ പറ്റുമോ? ഇവിടെ അങ്ങനെ പറ്റുമെങ്കിൽ സുഖം.